ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു PYQ സെഷനാണ്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. കാരണം 2026 നമുക്കൊരു ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. സിലബസ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഇന്ന് PYQ സെഷനിലെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായ ഉത്തരം എക്കൽ മണ്ണുണ്ട്, പീറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, അതേപോലെ കറുത്ത മണ്ണുണ്ട്. ശരിയായ ഉത്തരം ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണ് ആണ്. അപ്പം ഈ ലീച്ചിങ്ങിലൂടെ ഉണ്ടാകുന്ന ഈ ലാറ്ററൈറ്റ് മണ്ണിന്റെ ഒരു ഗുണം റബ്ബർ, കാപ്പി, അതുപോലെ തന്നെ തേയില, ഇതിൻ്റെയൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രത്യേകത അതാണ്. അതുപോലെ നല്ല ഡ്രെയിനേജ് ആണ്. പിന്നെ കൂടുതൽ മഴയുള്ള ട്രോപ്പിക്കൽ പ്രദേശങ്ങളിലാണ് ഈ ഒരു ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ലീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണിന് മറ്റൊരു പേരുണ്ട്, അതാണ് വെട്ടുകല്ല് മണ്ണ് എന്നും പറയും. പക്ഷേ കേരളത്തിൽ ഏറ്റവും ഫലപുഷ്ടിയുള്ള, ഏറ്റവും ഉപകാരപ്രദമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണെന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. മണ്ണിനെ കുറിച്ച് നമ്മൾ പഠിക്കണേ, ഏറ്റവും നന്നായിട്ട് പഠിക്കണേ. ഇനി കുട്ടനാടുണ്ടല്ലോ, നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിലെ കരിനിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീറ്റ് മണ്ണ് എന്ന് പറയും. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഒരു മണ്ണുണ്ട്, ആ മണ്ണിന്റെ പേരാണ് തീരദേശ എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണായി കണക്കാക്കപ്പെടുന്നത് എക്കൽ മണ്ണിനെയാണ്. ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ, കാപ്പി, തേയില എന്നീ കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. എന്നാൽ കുട്ടനാടിലെ കരിനിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? പീറ്റ് മണ്ണ് എന്ന് പറയും. എന്നാൽ കേരളത്തിലെ തീരപ്രദേശങ്ങളുണ്ട്, കോസ്റ്റൽ ഏരിയകളുണ്ട്, അവിടെ കാണപ്പെടുന്ന മണ്ണിന്റെ പേരാണ് തീരദേശ എക്കൽ മണ്ണ്. ഇപ്പം ലാറ്ററൈറ്റ് മണ്ണിന്റെ ലീച്ചിങ്, ആ ഒരു വാക്ക് നമ്മൾ ഈ ലീച്ചിങ് എവിടെ കേട്ടിട്ടുണ്ട്? ലീച്ചിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കേൾക്കുന്നത് ഈ ലോഹങ്ങളുടെ പ്യൂരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലീച്ചിങ് കേൾക്കാറുണ്ട്. സാധാരണ ഈ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഭയങ്കരമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. കേരളം അത്തരത്തിലൊരു പ്രദേശം തന്നെയാണ്. ഇത് ഈ ലാറ്ററൈറ്റ് മണ്ണിന്റെ ലീച്ചിങ് എന്നത് മഴവെള്ളത്തിന്റെ പ്രഭാവം, നല്ലപോലെ മഴയുണ്ടാകുമ്പോൾ നല്ലപോലെ മഴവെള്ളം കിട്ടുമ്പോഴത്തേക്കും ആ മണ്ണിലുള്ള ദ്രാവക ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ദ്രാവകങ്ങൾക്കകത്തുള്ള ധാതുക്കളൊക്കെ അങ്ങ് ഒഴുകിപ്പോവും. എന്നിട്ട് കിട്ടുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിന് പോഷകക്കുറവ് കാണും, കൃഷിക്ക് അനുയോജ്യത എന്ന് പറയുന്നത് കുറയും. ഇതൊക്കെയാണ് ഈ ലാറ്ററൈറ്റ് മണ്ണ്. പക്ഷെ എന്നാലും ചില കൃഷികൾക്ക് അത് അനുയോജ്യമാണ്. അതാണ് റബ്ബർ, കാപ്പി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ തേയില, ഇതിനൊക്കെ അനുയോജ്യമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ കൂടുതൽ മഴയുള്ള പ്രദേശത്ത് ആ മഴ വെള്ളത്തിന്റെ പ്രഭാവത്തിൽ ഇതിനകത്തുള്ള ചില ധാതുക്കൾ, കാൽഷ്യം പോലെയുള്ള കുറേ ധാതുക്കളൊക്കെ അങ്ങ് ഒഴുകിപ്പോയിട്ടാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത്, ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തത്: ചാലിയാർ നദി ഉദ്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ആനമുടിയുണ്ട്, ഇളമ്പലേരി കുന്നുകളുണ്ട്, സൈലന്റ് വാലി ഉണ്ട്, അഗസ്ത്യാർകൂടമുണ്ട്. ചാലിയാർ നദി ഉദ്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. ചാലിയാർ നദി ഉദ്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. പശ്ചിമഘട്ടങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഒരു നദി തന്നെയാണ് ചാലിയാർ നദി എന്ന് നമുക്കറിയാം. ഇത് പ്രധാനമായും കോഴിക്കോട്, മലപ്പുറം പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ചാലിയാർ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറവും കോഴിക്കോടുമാണ്. ചാലിയാർ നദിയുടെ നീളം പരീക്ഷകൾ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. 169 കിലോമീറ്റർ നീളമാണുള്ളത്. ചാലിയാർ നദിയുടെ നീളം 169 കിലോമീറ്റർ ആണ്. ചാലിയാർ നദി പോയി പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം, അറബിക്കടലിലാണ് ചാലിയാർ നദി പതിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് മാവൂർ ഗോളിയോർ റയോൺസ് ഫാക്ടറി കാരണം മലിനീകരിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് ചാലിയാർ നദിയാണ്. ചാലിയാർ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒന്നാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അപ്പോൾ ചാലിയാർ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴയാണ്. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭത്തിന്റെ പേരാണ് ചാലിയാർ പ്രക്ഷോഭം. അപ്പോൾ ചാലിയാർ നദിയുടെ നീളം 169 കിലോമീറ്റർ ആണ്. എന്നാൽ ചാലിയാർ നദീതീരങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. കനകവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്ന
നദി ഏതാണ്? ഉത്തരം പറയണം. അത് ചാലിയാർ നദിയാണ്. അപ്പൊ ചാലിയാർ നദിയുടെ മറ്റൊരു പേരാണ് കനകവാഹിനി. എത്ര കിലോമീറ്റർ നീളം? 169 കിലോമീറ്റർ നീളമാണ്. എന്നാൽ മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറി കാരണം മലിനീകരണപ്പെട്ട നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർ ജലമഹോത്സവം നടക്കുന്ന ഇത് എവിടെയാണ്, ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം പറയണം. അത് ചാലിയാറാണ്. ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്നത്. ചാലിയാർ നദി പ്രധാനമായും ഒഴുകുന്ന സ്ഥലങ്ങൾ, ജില്ലകളാണ്: 1 മലപ്പുറം, 2 കോഴിക്കോട്. അപ്പൊ 2 സ്ഥലങ്ങളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് നോക്കി വന്നു. അതായത് ചാലിയാർ നദി വെസ്റ്റേൺ ഘട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഇത് ഉദ്ഭവിക്കുന്നത്. പ്രധാനമായും ജില്ലകൾ മലപ്പുറം, കോഴിക്കോട്. പതിക്കുന്നത് അറബിക്കടലിലാണ്. 169 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറി കാരണം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ എന്ന് പറയുന്ന നദി. ചാലിയാർ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. കേരളത്തിൽ ജലമലിനീകരണത്തിന് നടന്ന സംഘടിതമായ പ്രക്ഷോഭത്തിന്റെ പേരാണ് ചാലിയാർ പ്രക്ഷോഭം. കനകവാഹിനി എന്നറിയപ്പെടുന്നു. എന്നാൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു നദി കൂടിയാണ് ഈ ചാലിയാർ നദി എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർ ജലോത്സവം നടക്കുന്നത് ഈ ചാലിയാർ നദിയിലാണ്. ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാർ നദി അറബിക്കടലിലേക്ക് ചേരുന്നത്. മൂന്നാമത്തെ ചോദ്യം: തെന്മല ഡാം, പരപ്പാർ അണക്കെട്ട് താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെന്മല ഡാം അല്ലെങ്കിൽ പരപ്പാർ അണക്കെട്ട് താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൊടുപുഴയാറുണ്ട്, ഭവാനിയുണ്ട്, കല്ലടയാറുണ്ട്, ഭാരതപ്പുഴയുണ്ട്. ശരിയായ ഉത്തരം കല്ലടയാറാണ്. കല്ലടയാറ്. നോക്കൂ, മലങ്കര അണക്കെട്ട് തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലങ്കര അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മിങ്കര, ചുള്ളിയാറ്, മംഗലം എന്നീ അണക്കെട്ടുകൾ ഭാരതപ്പുഴയുടെ പോഷക നദികളിലായി സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കും PSCക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തനങ്ങൾ എഴുതി കൊടുക്കും. മലങ്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാറിലാണ് മലങ്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ ഉള്ളത്. മിങ്കര, ചുള്ളിയാറ്, മംഗലം എന്നീ അണക്കെട്ടുകൾ ഭാരതപ്പുഴയുടെ പോഷക നദികളിലായി സ്ഥിതി ചെയ്യുന്നു. പെരിയാറിന്റെ പോഷക നദിയായ ഇടമലയാറിലാണ് ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും നോക്കൂ, നമുക്ക് ഈ വരുന്ന യൂണിവേഴ്സിറ്റി LGS അടിക്കണം. ഏറ്റവും മികച്ച ഒരു റേറ്റിൽ, അതായത് വിഷുവിന് ഉണ്ടായിരുന്ന ഒരു കൈനീട്ടം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കോഴ്സാണെങ്കിൽ 1500 ക്ലാസ്സുകളുണ്ട്. 1000 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ബാച്ച് ഫീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വെറും 1000 രൂപ എന്ന് പറയുന്നതായിരിക്കും ശരി. നിങ്ങൾക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന താല്പര്യത്തിലാണ് 1000 രൂപയ്ക്ക് ഈ കോഴ്സ് കൊടുക്കുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ PYQ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഒരു PYQന്റെ ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെയും ഈ PYQ സെഷന്റെ ഫീസ് 399 പ്ലസ് GST ആണ്. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 412 രൂപ വരും. ഈ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ കഴിയുക. ഇതെങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഈ മാസം തീരുന്നതോടുകൂടി കോഴ്സുകളുടെ എല്ലാം നമ്മുടെ ഈ എല്ലാ കോഴ്സുകളുടെയും, അതായത് ഇപ്പോൾ LGS തന്നെ മിനിമം ഇതിനകത്തൊരു ബാച്ച് കോഴ്സ് 3000 ആവും. ഈ 1000 നിന്നും LGS കിട്ടത്തില്ല, കാരണം നമുക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയും ഈ 399 PYQ സെഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റേറ്റിൽ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. എന്തായാലും ഒരു 1000 വരും. അപ്പൊ അങ്ങനത്തെ ഒരു ഫീസ് ചേഞ്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷനേക്കാളും അപ്പുറം ഏറ്റവും നല്ല ക്ലാസ്സുകൾ നമുക്ക് തരാൻ വേണ്ടി കഴിയും. നോക്കൂ, താഴെ പറയുന്നവയിൽ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടിയുണ്ട്, മുക്കുരുത്തിയുണ്ട്, അങ്ങിണ്ടമുടിയുണ്ട്, കരിമല ഉണ്ട്. സൈലന്റ് വാലി എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത് അങ്ങിണ്ടമുടിയാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമം എന്ന് പറയുന്നത് സൈരന്ധ്രി വനം എന്നാണ്. സൈരന്ധ്രി വനം എന്നാണ് പ്രാദേശിക നാമം. സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമം സൈരന്ധ്രി വനം എന്നാണ്. അട്ടപ്പാടി റിസർവ് വനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ബഫർ സോണായി
പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അട്ടപ്പാടി റിസർവ് വനമാണ്. നോക്കൂ, തമിഴ്നാട്ടിലെ മുക്കുരുത്തി ദേശീയോദ്യാനം സൈലന്റ് വാലിയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അപ്പോൾ സൈലന്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അതാണ് മുക്കുരുത്തി എന്നും പറയാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലി എടുത്തു പഠിച്ച് പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്നുള്ള സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങിണ്ടമുടി എന്ന് പറയണം. സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സൈരന്ധ്രി വനം എന്ന് പറയണം. അട്ടപ്പാടി റിസർവ് വനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലെ മുകുരുത്തി ദേശീയോദ്യാനം സൈലന്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ആ നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അത് കുന്തിപ്പുഴയാണ് എന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി, അതാണ് വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി, പ്ലാൻഡ് എക്കോ ടൂറിസം പ്രോജക്റ്റ് ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പറയണം കൊല്ലം ജില്ലയിലെ ശെന്തുരുണി. ക്ലിയർ ആണ്? കൊല്ലം ജില്ലയിലെ ശെന്തുരുണി. നോക്കൂ, കേരളത്തില് തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു സംരക്ഷണ മേഖല, വിവിധ തരം തുമ്പികളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി എന്ന് പറയുന്നത്. ഈ ശെന്തുരുണി എന്ന് പറയുന്ന ആ ഒരു വന്യജീവി സങ്കേതത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന്റെ പേരാണ് ശെന്തുരുണി പുഴ. ഓക്കെ, ശെന്തുരുണി പുഴ. അപ്പോൾ ആ ഒരു ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ശെന്തുരുണി പുഴ. നോക്കൂ, ശെന്തുരുണിയിലെ പ്രശസ്തമായ ശുദ്ധജല ചതുപ്പു നിലങ്ങൾ, നല്ല ശുദ്ധജലമുള്ള ചതുപ്പു നിലങ്ങൾ ഇവിടെയുണ്ട്, ശെന്തുരുണിയിലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മിരിസ്റ്റിക്ക സ്വാംബസ്. മിരിസ്റ്റിക്ക സ്വാംബസ് എന്ന് പറയുന്നത് ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലെ ചതുപ്പ് നിലങ്ങളാണ്, വെറ്റ് ലാൻഡ്സ് ആണ്. അപ്പൊ അവിടെ നല്ല ശുദ്ധജല ചതുപ്പ് നിലങ്ങളാണ്. അതിന്റെ പേരാണ് മിരിസ്റ്റിക്ക സ്വാംബസ് എന്ന്. കൊല്ലം ജില്ലയിലെ തെന്മല പരപ്പാർ അണക്കെട്ടിനോട് ചേർന്നാണ് ഈ ഒരു വന്യജീവി സങ്കേതമുള്ളത്. കൊല്ലം ജില്ലയുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടതാണ് ഈ ശെന്തുരുണി എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഒന്നുകൂടി നോക്കി വരാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? കൂടുതൽ മഴയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്, ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണിന്റെ മറ്റൊരു പേരാണ് വെട്ടുകല്ല് മണ്ണ് എന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണാണ് എക്കൽ മണ്ണ്. കുട്ടനാടിലെ കരിനിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റുമണ്ണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന ഒരു മണ്ണുണ്ട്, അതിന്റെ പേരാണ് തീരദേശ എക്കൽ മണ്ണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, ചാലിയാർ നദി എവിടെന്നാ ഉദ്ഭവിക്കുന്നത്? അത് ഉദ്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകൾ, വെസ്റ്റേൺ ഗാട്സ് ആണ്. എന്നാൽ ശ്രദ്ധിക്കുക, 169 കിലോമീറ്റർ, പ്രധാനപ്പെട്ട ജില്ലകൾ മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ നദിയുടെ പ്രധാന പോഷക നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അതായത് കേരളത്തിൽ ജലമലിനീകരണത്തിന് നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭത്തിന്റെ പേരാണ് ചാലിയാർ പ്രക്ഷോഭം. ഇവിടെ ചാലിയാർ നദിയിൽ സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. കനകവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലിയാർ നദിയാണ്. കുഞ്ഞാലി മരക്കാർ ജലമഹോത്സവം നടക്കുന്നത് ഇവിടെയാണ്, ബേപ്പൂരിൽ വെച്ചാണ്. ഈ ചാലിയാർ നദി അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്നത് എന്ന്, അവിടേക്ക് പതിക്കുന്നത് എന്ന്. തെന്മല ഡാം അല്ലെങ്കിൽ പരപ്പാർ അണക്കെട്ട് താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ്? ഉത്തരം കല്ലടയാറ്. മലങ്കര അണക്കെട്ട് തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി നദിയിലാണ് എന്തുള്ളത്? മുക്കാലി തടയണയുള്ളത്. അതേപോലെ മിങ്കര, ചുള്ളിയാറ്, മംഗലം എന്നീ അണക്കെട്ടുകൾ ഭാരതപ്പുഴയുടെ പോഷക നദികളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. പെരിയാറിന്റെ പോഷക നദിയായ ഇടമലയാറുണ്ട്, അവിടെയാണ് ഇടമലയാർ അണക്കെട്ട് ഉള്ളത്. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേര് ചോദിച്ചാൽ നമ്മൾ പറയണം അങ്ങിണ്ടമുടി ആണ്. അങ്ങിണ്ടമുടി. നമ്മൾ പ്രാദേശികമായി സൈലന്റ് വാലിയെ നമ്മൾ സൈരന്ധ്രി വനം എന്നാണ് പറയുന്നത്. അട്ടപ്പാടി റിസർവ് വനം അത് സൈലന്റ് വാലി ദേശീയോദ്യാന
ത്തിന്റെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. തമിഴ്നാടിലെ മുകുരുത്തി എന്ന് പറയുന്ന ഒരു ദേശീയോദ്യാനം ഈ ഒരു സൈലന്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയുടെ പേരാണ് കുന്തിപ്പുഴ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പറയേണ്ടത് സെന്തുരുണിയാണ്. സെന്തുരുണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുമ്പികളുടെ വൈവിധ്യം നിറഞ്ഞ ഒരു ഇടമാണ്. ഈ സെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു പുഴയാണ് സെന്തുരുണി പുഴ. സെന്തുരുണിയിലെ പ്രശസ്തമായ ശുദ്ധജല ചതുപ്പു നിലങ്ങളുണ്ട്. ആ ശുദ്ധജല ചതുപ്പു നിലങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മിരിസ്റ്റിക്ക സ്വാംബസ് എന്ന്. കൊല്ലം ജില്ലയിലെ തെന്മല പരപ്പാർ അണക്കെട്ടിനോട് ചേർന്നാണ് ഇങ്ങനെ ഒരു വന്യജീവി സങ്കേതമുള്ളത്, അതായത് സെന്തുരുണി വന്യജീവി സങ്കേതമുള്ളത്. ഇത് PYQ സെഷന്റെ നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കമന്റിലൂടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ യൂട്യൂബിലൂടെ കൊടുക്കുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ പെയ്ഡ് എടുക്കുന്നതെന്ന്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത്രയും നമുക്ക് ഒരു യൂട്യൂബിലൂടെ കിട്ടുന്നു. ഇതിന്റെ ഫുൾ കോഴ്സ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കോഴ്സാണ് നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിലൂടെ വെറും 399 രൂപയ്ക്ക് ഇതിന്റെ PDF നോട്ട് അടക്കം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കിട്ടുക. അപ്പോൾ ഈ ക്ലാസ്സും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ക്ലാസ്സാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. ബാക്കി ക്ലാസ്സുകൾ പെയ്ഡ് ക്ലാസ്സിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് പെയ്ഡ് എന്ന് പറയുമ്പോഴും നമ്മൾ നാണക്കേടൊന്നും വിചാരിക്കരുത്. ഒരു വർഷം നമുക്കിത് കിട്ടും. അത് 399 രൂപയേ ഉള്ളൂ. അതിന് ഈ കോഴ്സുമായിട്ട് ഫീസ് കുറവായതുകൊണ്ട് കുറഞ്ഞ ഒരു ഫീസ് അല്ലേ, അപ്പൊ കാശും അങ്ങനെ ആയിക്കോളൂ. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. മലയാളികളുടെ ഒരു പ്രശ്നം ഇതാണ് പല സ്ഥലങ്ങളും നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മുടെ മലയാളികൾക്ക് കുറെ ചിന്തകളുണ്ട്. അതായത് കുറഞ്ഞ ഫീസ് വാങ്ങിയാൽ ചെറിയ ക്ലാസ് ആയിരിക്കും, കൂടുതൽ ഫീസ് വാങ്ങിയാൽ വലിയ ക്ലാസ് ആയിരിക്കും എന്നൊക്കെയുള്ള ധാരണകൾ നമ്മളിലുണ്ട്. അതൊക്കെ മാറ്റി നിർത്തുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളാണ് യൂട്യൂബിലൂടെ ഹാജാസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീണ്ടും അങ്ങനെ തന്നെയായിരിക്കും. ഹാജാസ് ക്ലാസ്സിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നല്ല രീതിയിൽ ലൈവ് റെക്കോർഡ് ക്ലാസ്സിലൂടെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നല്ല ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.